എൻ്റെ മുന്നിൽ വിളമ്പുന്ന ബിരിയാണിക്കും ഒരു കഥ പറയാനുണ്ടാവും. നമുക്കേറെ പ്രിയപ്പെട്ട ബിരിയാണി പുരാതന പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയതാണെന്ന് പറയപ്പെടുന്നു. പേർഷ്യൻ വാക്കുകളായ ബിരിയൻ അഥവാ വറുത്തത്, അരിയല്ലെങ്കിൽ ചോറ് എന്നർത്ഥം വരുന്ന ബ്രിഞ്ച് എന്നീ വാക്കുകൾ ചേർന്നാണ് ബിരിയാണി എന്ന പേര് രൂപപ്പെടുന്നത്. മുഗൾ രാജാക്കന്മാരുടെ വരവോടെയാണ് ഈ വിഭവം ഇന്ത്യയിലെത്തുന്നത്. അരിയും മാംസവും ചില പച്ചക്കറികളും ചേർത്ത് അവരുണ്ടാക്കിയിരുന്ന അവരുടെ തനതായ ഭക്ഷണത്തിലേക്ക് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടി ചേർന്നപ്പോൾ അത് കൂടുതൽ രുചികരമായി മാറി. ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയപത്നി മുംതാസ് മഹളിന്റെ നിർദ്ദേശപ്രകാരം പട്ടാള ക്യാമ്പുകളിൽ ബിരിയാണി വിളമ്പിയിരുന്നതായും കഥകളുണ്ട്. പട്ടാള ക്യാമ്പുകളിൽ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം എത്തിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. വലിയ പാത്രത്തിൽ അരിയും മാംസവും മറ്റ് ചേരുവകളും എല്ലാം ചേർത്ത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം എന്നതായിരുന്നു അതിൻ്റെ മറ്റൊരു സവിശേഷത. എന്നാൽ നമ്മുടെ മലബാർ ബിരിയാണിക്ക് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ മലബാർ തീരങ്ങളിൽ കച്ചവടത്തിനായി വന്നിരുന്ന അറബ് കച്ചവടക്കാരിൽ നിന്നും കടം കൊണ്ടതാണ് മലബാർ ബിരിയാണി എന്നാണ് ആ കഥ. എന്നിരുന്നാലും ഇന്ന് ഇന്ത്യയിൽ കൊൽക്കത്ത ബിരിയാണി, ലക്നൗ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മലബാർ ബിരിയാണി മുതൽ ആംബൂർ ബിരിയാണി വരെ നീളുന്ന 50-ലേറെ ബിരിയാണി വൈവിധ്യങ്ങളുണ്ട്. ഒരിക്കൽ രാജഭോജനമായിരുന്ന ഈ ബിരിയാണി ഇന്ന് തട്ടുകടകൾ മുതൽ നക്ഷത്ര ഹോട്ടലുകളിൽ വരെ എല്ലാവരുടെയും വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നു.